Hi dear students, welcome to Lakshya School Plus. നമ്മൾ രണ്ട് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൈൻഡ്സ് ഓഫ് കമ്പനീസും അതുപോലെ തന്നെ കൈൻഡ്സ് ഓഫ് ക്യാപിറ്റലും ആണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒട്ടും സമയം വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് കൈൻഡ്സ് ഓഫ് കമ്പനീസ് ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. രണ്ട് മൂന്ന് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റി ഓഫ് കമ്പനീസ്, ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റീസ് ഓഫ് കമ്പനീസ്, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസും കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് അൺലിമിറ്റഡ് കമ്പനി. ഇത്രയാണിത് കമ്പനീസ് ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റിയിൽ വരുന്നത്. ഫസ്റ്റ് വൺ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ്. അതായത് ഒരു ബിസിനസ്സിൽ ഒരാൾ എത്ര ഷെയർസ് ആണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് അത്രയും ബാധ്യത മാത്രമേ ആൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ലയബിലിറ്റി മാത്രമേ അദ്ദേഹത്തിന് വരത്തുള്ളൂ. വൈൻഡിങ് അപ്പ് ഓഫ് ദ സമയത്ത് അത്രയും ടു ദ എക്സ്റ്റെന്റ് ഓഫ് ദ ക്യാപിറ്റൽ, ടു ദ എക്സ്റ്റെന്റ് ഓഫ് ദ ഷെയർസ് ഹി ഹോൾഡ്, അത്രയും ലയബിലിറ്റി മാത്രമേ ആർക്ക് വരത്തുള്ളൂ, നമ്മുടെ ഷെയർ ഹോൾഡർക്ക് വരത്തുള്ളൂ. സച്ച് കൈൻഡ് ഓഫ് കമ്പനീസ് നോൺ ആസ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. അതുപോലെ തന്നെ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ മെമ്പർ അയാൾ എത്രയാണോ ഗ്യാരണ്ടി ചെയ്യുന്ന എമൗണ്ട് അത്രയും മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ലയബിലിറ്റി വരത്തുള്ളൂ. ദാറ്റ് ഈസ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. നോക്കിയേ, ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് ദ നോമിനൽ വാല്യൂ ഓഫ് ദ ഷെയർസ് ഹെൽഡ് ബൈ ദം. അവർ ഹോൾഡ് ചെയ്യുന്ന ഷെയറിന്റെ നോമിനൽ വാല്യൂ അത്രേ ഉള്ളൂ അവർക്ക് എന്ത് ബാധ്യത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, ഓക്കെ, ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ എമൗണ്ട് they undertake to contribute in the event of the company being wound up. അതായത് വൗണ്ട് അപ്പിന് സമയത്ത് അവർ എത്രയാണോ കൊടുക്കാന്ന് ഗ്യാരണ്ടി ചെയ്തേ അത്ര എമൗണ്ട് മാത്രമേ അവർക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അവർക്ക് ലയബിലിറ്റി ആയിട്ട് വരത്തുള്ളൂ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ദാറ്റ് ഈസ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആൻഡ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ മെമ്പേഴ്സിന് ലയബിലിറ്റിക്ക് എന്തില്ല, ഒരു എക്സ്റ്റെൻഡ് ഇല്ല. അതായത് ഇത്രയാണ് അവരുടെ ലയബിലിറ്റി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. ദാറ്റ് കൈൻഡ് ഓഫ് കമ്പനീസ് നോൺ ആസ് അൺലിമിറ്റഡ് കമ്പനി. അതായത് കമ്പനിയുടെ വൗണ്ട് അപ്പിന്റെ സമയത്ത് അല്ലെങ്കിൽ കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എത്രയാണോ ബാധ്യത വരുന്നത്, അതിപ്പോ പേഴ്സണൽ പ്രോപ്പർട്ടി എടുത്തു കൊടുക്കേണ്ട സാഹചര്യം വന്നാൽ അങ്ങനെ അവർക്ക് എന്ത് ചെയ്യും, ഇറ്റ് വിൽ അഫക്ട് ദെയർ പേഴ്സണൽ പ്രോപ്പർട്ടി ഓൾസോ. അതാണ് അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. നോക്കിയേ, ദർ ഈസ് നോ ലിമിറ്റ് ഓൺ ദ ലയബിലിറ്റി ഓഫ് ഹിസ് മെമ്പേഴ്സ്, ദ കമ്പനി ഈസ് കോൾഡ് അൺലിമിറ്റഡ് കമ്പനി. നോക്കിയേ, when the company's property is not sufficient to pay its debts, അതായത് കമ്പനിയുടെ അസറ്റ്സ്, കമ്പനിയുടെ ബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ട് അത്രയും ഇല്ല എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ പ്രോപ്പർട്ടിന്ന് എടുത്ത് ആര് കൊടുക്കേണ്ടി വരും, നമ്മളുടെ മെമ്പേഴ്സ് കൊടുക്കേണ്ടി വരും. ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ക്യാൻ ബി യൂസ് ഫോർ ദിസ് പർപ്പസ്. ഈ പർപ്പസിന് വേണ്ടിയിട്ട് മെമ്പേഴ്സിന്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയും യൂസ് ചെയ്യേണ്ട സാഹചര്യം എന്ത് ചെയ്യണം, നമുക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതാണ് അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. സോ നോക്കിയേ, കൈൻഡ്സ് ഓഫ് കമ്പനീസ് ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് അൺലിമിറ്റഡ് കമ്പനി. നോക്കി അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കിയാലോ. On the basis of number of members, companies are classified as പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി. പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം മിനിമം എത്ര പേഴ്സൺസ് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മിനിമം 7 പേഴ്സൺസ് വേണം. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്തില്ല, ലിമിറ്റ് ഇല്ലാത്ത കമ്പനീസ് ആണ് എന്ത്, പബ്ലിക് കമ്പനീസ്. മാക്സിമം എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, മെമ്പേഴ്സ് ആവാം, അല്ലെ, മെമ്പേഴ്സ് ആവാം. സോ എ പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി ആൻഡ് ഇറ്റ്സ് നോട്ട് എ സബ്സിഡറി ഓഫ് എ പ്രൈവറ്റ് കമ്പനി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെഫിനിഷൻ ആയിട്ട് പറയാനായിട്ട് പറ്റും. നോക്കിയേ, പബ്ലിക് കമ്പനി മീൻസ് എ കമ്പനി ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി ആൻഡ് കമ്പനി വിച്ച് ഈസ് നോട്ട് എ സബ്സിഡറി ഓഫ് എ പ്രൈവറ്റ് കമ്പനി, ദിസ് ഈസ് നോൺ ആസ് എ പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പബ്ലിക് കമ്പനി മനസ്സിലായില്ലേ? അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനി, ദ നെക്സ്റ്റ് കമ്പനി ടൈപ്പ് ഓഫ് കമ്പനി പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 പേര് മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ 200 പേര് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ പ്രൈവറ്റ് കമ്പനിയിൽ മെമ്പേഴ്സ് ആകാനായിട്ട് പറ്റത്തുള്ളൂ. 200 മെമ്പേഴ്സ് മാത്രമേ മാക്സിമം പറ്റത്തുള്ളൂ. പക്ഷെ പബ്ലിക് കമ്പനി നമ്മൾ എന്താ പറഞ്ഞേ, മാക്സിമം മെമ്പേഴ്സിന് ഒരു ലിമിറ്റ് ഇല്ല എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് കമ്പനി ഷെയർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. ഒരാൾക്ക് ഇപ്പൊ എന്റെ അടുത്തിരിക്കുന്ന ഷെയർ എനിക്ക് അടുത്ത ആൾക്ക് എന്ത് ചെയ്യാം, വിൽക്കാനായിട്ട് പറ്റും. പക്ഷെ ഇൻ ദ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി ദർ ഈസ് നോ സച്ച് ഓപ്ഷൻ. അങ്ങനെ ഒരു ഓപ്ഷൻ എന്തില്ല, പ്രൈവറ്റ് കമ്പനി ഇല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ക്ലിയർ. എ പ്രൈവറ്റ് കമ്പനി ഈസ് വൺ വിച്ച് by its articles of association restricts the right to transfer its shares. A private company must have at least 2 persons to start, except in the case of 1 person company. Limit the number of members is 200, എംപ്ലോയീസ് അല്ലാതെ അവരുടെ മെമ്പേഴ്സ് ആയിട്ട് എത്ര പേര് മാത്രമേ വരാൻ പാടുള്ളൂ, 200 members മാത്രമേ വരാൻ പാടുള്ളൂ. That is private company. So on the basis of number of members, the companies are classified as public company and private company എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ ആണോ?
പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി. നെക്സ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, 1 person കമ്പനി എന്ന് പറയുന്നത്. 1 person കമ്പനി എന്ന് പറഞ്ഞാൽ ഒറ്റ പേഴ്സൺ മാത്രമേ മെമ്പറായിട്ട് വരാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ആ കമ്പനിക്ക്. കുറച്ച് റെസ്ട്രിക്ഷൻ നമുക്ക് നോക്കിയാലോ. ഓൺലി നാച്ചുറൽ പേഴ്സൺ, ഇന്ത്യൻ സിറ്റീസിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഇന്ത്യയിൽ റെസിഡന്റ് ആയിട്ടുള്ള ആൾക്ക് മാത്രമേ ഈ 1 person കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇറ്റ് കാനോട്ട് ക്യാരി നോൺ ബാങ്കിങ് ഫിനാൻസ് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് സച്ച് ആസ്, നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ എക്സ്ചേഞ്ച് ആക്ടിവിറ്റീസ് ഒന്നും ആർക്ക് ചെയ്യാൻ പറ്റത്തില്ല, 1 person കമ്പനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ നോട്ട് മോർ ദാൻ 50 lakh ആയിരിക്കും. അതായത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അടച്ച എമൗണ്ട് ആണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് 50 lakhs കൂടാനായിട്ട് പാടില്ല. ഇനി ആനുവൽ ടേൺ ഓവർ ഓഫ് 3rd year, 3 വർഷത്തെ ആനുവൽ ടേൺ ഓവർ കമ്പയർ ചെയ്യുന്ന സമയത്ത് 2 CR 2 കോടി രൂപയിൽ കൂടാനായിട്ട് പാടില്ല. ആരുടെ, ഏത് കമ്പനീസിന്റെ, 1 person കമ്പനീസിന്റെ കേസിൽ അങ്ങനെ വരാനായിട്ട് പാടില്ല. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? അതാണ് 1 person കമ്പനി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ കേസിൽ പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി ആൻഡ് 1 person കമ്പനി. ഇനി നോക്കിയേ, കുറച്ച് അതർ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് രജിസ്റ്റേർഡ് കമ്പനി. രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയുന്നത്. 2013 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസ്. നോക്കിയേ, ദീസ് കമ്പനീസ് കം ഇൻടു എക്സിസ്റ്റൻസ് ഓൺലി വെൻ ദേ റിസീവ് എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഫ്രം ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, thereby registering themselves under the Companies Act 2013. These type of companies are known as registered companies. Next one, statutory companies. പാർലമെന്റിൽ പാസ്സാക്കുന്ന സ്പെഷ്യൽ ആക്ട് പ്രകാരം ഫോം ചെയ്യപ്പെടുന്ന കമ്പനീസ്, ടൈപ്പ് ഓഫ് കമ്പനീസ് ആണ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില കാര്യങ്ങളൊന്നും നമുക്ക് പ്രൈവറ്റ് പാർട്ടീസിനൊന്നും ഏൽപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി അല്ലെ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ റെയിൽവേ, അതൊക്കെ എന്താണ് നമ്മൾ പറയുന്നത്, ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. നോക്കേ, എക്സാമ്പിൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സച്ച് കമ്പനീസ് ആർ ഫോംഡ് ബൈ സ്പെഷ്യൽ ആക്ട് പാസ്ഡ് ബൈ ദ പാർലമെന്റ് ഓർ സെൻട്രൽ ഓർ സ്റ്റേറ്റ് legislation. These companies are known as statutory companies എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡിയറി കമ്പനി. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് ആ ഹോൾഡിംഗ് കമ്പനിക്ക് മറ്റൊരു കമ്പനിയിൽ 50% അതിൽ മോർ ദാൻ ഷെയർ എന്ത് ചെയ്യുന്നുണ്ടാവും, അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. സച്ച് ടൈപ്പ് ഓഫ് കമ്പനീസിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. അവർക്ക് വേറൊരു കമ്പനിയുടെ മുകളിൽ 50% എന്തുണ്ടാവും, ഹോൾഡിങ്സ്, മോർ ദാൻ 50% ഹോൾഡിങ്സ് ഉണ്ടാവും. ഇനി സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞാലോ, ആ കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നത് മറ്റൊരു കമ്പനി ആയിരിക്കും. ആ കമ്പനിയുടെ 50%-നേക്കാളും കൂടുതൽ ഷെയർ ആർക്ക് ഉണ്ടാവും, ആ ഹോൾഡിംഗ് കമ്പനിക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ മനസ്സിലാക്കിയിരിക്കുക. ദാറ്റ് ഈസ് ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡിയറി കമ്പനി. എ കമ്പനി വിച്ച് ഓൺസ് 1 or more than 1 company as its sister company and hold more than 50% of share is known as parent company or holding company. ഇനി അതുപോലെ തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എന്തെടുക്കാം, ടാറ്റ ഗ്രൂപ്പ് എടുക്കാം. ഇനി നോക്കിയേ, സബ്സിഡിയറി കമ്പനി നോക്കിയേ, such companies are owned by another company either partially or wholly. They are also known as sister companies. അതായത് മറ്റു കമ്പനി അവരുടെ പാർഷ്യൽ ആയിട്ടോ ഹോൾ ആയിട്ടോ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ നമുക്ക് ടാറ്റ ഗ്രൂപ്പിന്റെ സബ്സിഡറി ആയിട്ട് ടാറ്റ മോട്ടോഴ്സും അതുപോലെ തന്നെ ടാറ്റ സ്റ്റീലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും പറ്റും, എക്സാമ്പിൾസ് ആയിട്ട് അതിന്റെ സബ്സിഡറീസ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. സബ്സിഡറി ആയിട്ട് എടുക്കാൻ ഇനി ഒരുപാട് കമ്പനീസ് ഉണ്ട്. ടാറ്റയ്ക്ക് ഒരുപാട് കമ്പനീസ്, ടാറ്റ മോട്ടോഴ്സ് ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനിയും ഓക്കെയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം അസോസിയേറ്റ് കമ്പനീസ്. അപ്പം അസോസിയേറ്റ് കമ്പനി ഒരു സബ്സിഡറി ആണോ വെച്ചാൽ നമുക്ക് അത് പറയാൻ പറ്റത്തില്ല. ഒരു 20% ഒക്കെയാണ് മാക്സിമം ഹോൾഡിങ്സ് വരുന്നത്. ഒരു ജോയിന്റ് വെഞ്ചർ ഒക്കെ പോലെ ഒരുമിച്ച് ആക്ട് ചെയ്യുന്ന കമ്പനീസിനാണ് എന്ന് പറയുന്നത് അസോസിയേറ്റ് കമ്പനീസ് എന്ന് പറയുന്നത്. ദീസ് കമ്പനീസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ കമ്പനീസ് വിച്ച് ആർ നോട്ട് സബ്സിഡറി കമ്പനീസ് ആൻഡ് ഇൻസ്റ്റഡ് ഇൻവോൾവ്ഡ് ജോയിന്റ് വെഞ്ചർ. ഒരുമിച്ചൊക്കെ എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്ന കമ്പനീസാണ് അസോസിയേറ്റ് കമ്പനീസ് എന്ന് പറയുന്നത്. ക്ലിയർ, ലൈക്ക് എ ജോയിന്റ് വെഞ്ചർ. നെക്സ്റ്റ്, ഫോറിൻ കമ്പനീസ്. ഫോറിൻ കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഔട്ട്സൈഡ് ഇന്ത്യയിലായിരിക്കും, പക്ഷെ അവരുടെ പ്രസൻസ് എവിടെ ഉണ്ടാവും, their presence in India. അതായത് ഇന്ത്യയിൽ അവർക്ക് പ്രസൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള കമ്പനീസിനാണ് ഇന്ത്യയിൽ എന്ന് പറയുന്നത് ഫോറിൻ കമ്പനി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. They are registered outside India but their presence in India. Clear. Companies which are incorporated outside India but place of business in India are known as foreign companies. എക്സാമ്പിൾ നമുക്ക് സോണി പറയാനായിട്ട് പറ്റും. സോണി എന്താണ്, ഒരു ഫോറിൻ കമ്പനിയാണ്. അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റ് എന്താണ്, ഔട്ട്സൈഡ് ആണ് അവർ തുടങ്ങിയിരിക്കുന്നത്, പക്ഷെ അവർക്ക് എവിടെ പ്രസൻസ് ഉണ്ട്,
എന്തുണ്ട്, ഇന്ത്യയിൽ പ്രസൻസ് ഉണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ലാസ്റ്റ് വൺ പറയുന്നത് എന്താണ്, സെക്ഷൻ 8 കമ്പനീസ് അതെന്ന് പറഞ്ഞാൽ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി ഫോം ചെയ്യുന്ന കമ്പനീസ് ആണ് എന്ത്, സെക്ഷൻ 8 കമ്പനീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, മെയിൻ ആയിട്ടും സെക്ഷൻ 8 കമ്പനീസ് ഫോം ചെയ്യുന്നത്. കമ്പനീസ് ആർ നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനീസ് ഹാവിംഗ് ചാരിറ്റബിൾ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടു പ്രൊമോട്ട് കൊമേഴ്സ്, ആർട്സ് ആൻഡ് സയൻസ്, എഡ്യൂക്കേഷൻ, റിസർച്ച് എക്സെട്ര. യൂണിസെഫ് ഇന്ത്യ എന്താണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് പറ്റും. ദീസ് ആർ വേരിയസ് ടൈപ്സ് ഓഫ് കമ്പനീസ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻസ് ആണ് ഇത്രയും നമ്മൾ പറഞ്ഞത്, ക്ലാസിഫിക്കേഷൻസ് ആണ്. ഡയറക്ട്ലി വി മൂവ് ഓൺ ടു ദ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഷെയർ ക്യാപിറ്റലിന്റെ ക്ലാസിഫിക്കേഷനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ഇനി കടക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആണ്. വാട്ട് യു മീൻ ബൈ ഓതറൈസ്ഡ് ക്യാപിറ്റൽ? ഇറ്റ് ഈസ് എ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് എ കമ്പനി ക്യാൻ റൈസ്. അതായത് ഒരു കമ്പനിക്ക് ഇത്രയും ക്യാപിറ്റൽ മാത്രമേ മാക്സിമം റൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. ഓക്കെ, MO അതായത് നമ്മുടെ മെമ്മോറണ്ടത്തിൽ പറഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് എന്ത്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിനേക്കാൾ കൂടുതൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദിസ് ഈസ് ഓതറൈസ്ഡ് capital. It is the amount of share capital which a company is authorized to issue by its memorandum of association. It is also called nominal or registered capital. The company cannot raise more than the amount of capital as specified in the memorandum of association. അതായത് മെമ്മോറണ്ടത്തിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ അവർക്ക് റേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. That kind of capital is known as authorized capital. Next one, issued capital. അതായത് അവരിപ്പോ ഒരു 50 ലക്ഷമാണ് ഓതറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, മാക്സിമം ക്യാപിറ്റൽ 50 ലക്ഷമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഇഷ്യൂ ചെയ്യുന്നത് പബ്ലിക്കിന്റെ ഇടയിലേക്ക് കൊടുക്കുന്നത് എത്ര ക്യാപിറ്റൽ, 30 ലക്ഷമാണെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, 50 lakhs ആണ് അവരുടെ ഓതറൈസ്ഡ്. അവർ പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഷെയർസ് എന്ന് പറയുന്നത് 30 ലക്ഷത്തിനാണ്. ദാറ്റ് ഈസ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇഷ്യൂഡ് ക്യാപിറ്റൽ ദാറ്റ് പാർട്ട് ഓഫ് ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ആക്ച്വലി ഇഷ്യൂഡ് ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. ക്ലിയർ. അതായത് പബ്ലിക്കിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്, ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇനി അതിന്റെ ബാക്കി പോർഷൻ, അതായത് 50 lakhs ആണ് നമ്മൾ പറഞ്ഞത്, 50 lakhs പറഞ്ഞു. 50 lakhsൽ നമ്മൾ 30 lakhs എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പബ്ലിക്കിന് കൊടുത്തു. ഇനി 20 lakhs നമുക്ക് ബാക്കിയുണ്ട്. ഈ 20 lakhs ആണ് നമ്മൾ അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അൺഇഷ്യൂഡ് ക്യാപിറ്റൽ നമ്മൾ ഇഷ്യൂ ചെയ്യാത്ത ക്യാപിറ്റൽ. നെക്സ്റ്റ് വൺ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. നമ്മൾ ഈ 30 ലക്ഷം രൂപ നമ്മൾ കൊടുത്തു അല്ലെ, നമ്മൾ 30 ലക്ഷം രൂപ ആർക്ക് കൊടുത്തു, നമ്മളുടെ പബ്ലിക്കിന് കൊടുത്തു. ഇനി 30 ലക്ഷം രൂപ പബ്ലിക്കിന് കൊടുക്കുന്ന സമയത്ത് ഈ പബ്ലിക് 29 ലക്ഷം രൂപയാണ് അവർ മേടിക്കാൻ തയ്യാറായിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈ 29 lakhനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ ഇഷ്യൂ ചെയ്തതിൽ പബ്ലിക് എത്രയാണോ ഏറ്റെടുക്കുന്നത്, ദാറ്റ് ഈസ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഹാസ് ബീൻ ആക്ച്വലി സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. അവർ എത്രയാണോ ആക്ച്വലി ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതിനാണ് എന്ത് പറയുന്നത്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഈ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ഈ ഇഷ്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് നടക്കൂടാ, ഷെയർ ആപ്ലിക്കേഷൻ അല്ലേ, ഷെയർ ആപ്ലിക്കേഷൻ നടക്കും. അതുപോലെ തന്നെ ഷെയർ അലോട്ട്മെന്റ് ഉണ്ട്, ഷെയർ അലോട്ട്മെന്റ് നടക്കും. പിന്നെ നമുക്ക് പറയാം ഫസ്റ്റ് കോൾ ഉണ്ട്, ഷെയർ ഫസ്റ്റ് കോള്. സെക്കൻഡ് കോൾ അവസാനിക്കുകയാണെങ്കിൽ സെക്കൻഡ് കോൾ ആൻഡ് ഫൈനൽ കോള് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ കോൾ എമൗണ്ട് ഇങ്ങനെ പോകുന്നത്. സോ നമ്മൾ ഇതിൽ എത്ര 29 ലക്ഷം രൂപയില് നമ്മൾ 20 ലക്ഷം രൂപയാണ് ഇപ്പോ കറന്റ്ലി നമ്മൾ കോൾ ചെയ്തിരിക്കുന്നത്, നമ്മൾ ആവശ്യപ്പെട്ട് മേടിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 20 lakhs ആണ് നമ്മൾ എന്ന് പറയുന്നത് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് ഇത് അലോട്ട്മെന്റിനോട് വിളിച്ച് ഫസ്റ്റ് കോൾ വരെ വിളിച്ചു കഴിഞ്ഞ സമയത്ത് നമുക്ക് 20 lakhs റിസീവ് ചെയ്തു. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ വിളിക്കാത്ത എമൗണ്ട് എന്തായിരിക്കും, അൺകോൾഡ് ക്യാപിറ്റൽ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ഹാസ് ബീൻ കോൾഡ് അപ്പ് ഓൺ ദ ഷെയർസ്. അതായത് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു, അതിൽ നമ്മൾ വിളിക്കുകയാണ് നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ കോൾ ചെയ്തിട്ടുള്ള ഷെയർസ് ആണ് ഇത് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. നെക്സ്റ്റ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഈ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കോൾ ചെയ്തു 29 lakhs എന്ത് ചെയ്തു, നമ്മൾ കോൾ ചെയ്തു. ഈ 29 lakhs കോൾ ചെയ്ത സമയത്ത് നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സ് അതിൽ 28,90,000 അടച്ചിട്ടുള്ളൂ. ഓക്കെ, 10,000 രൂപ പെൻഡിങ് ഉണ്ട്. ഈ 10,000 രൂപ നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയാം. അതായത് അടയ്ക്കപ്പെടാതെ കിടക്കുന്ന എമൗണ്ട്, കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത്. സോ ഈ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ കോൾ ചെയ്ത് നമ്മൾ കോൾഡ് അപ്പ് ചെയ്ത ക്യാപിറ്റൽ അവർ തന്ന എമൗണ്ട് ആണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്നത് പറയുന്നത്. ഇറ്റ്സ് എ പോർഷൻ ഓഫ് ദ കോൾഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ഹാസ് ബീൻ ആക്ച്വലി റിസീവ്ഡ് ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ്. അതായത് എത്ര രൂപയാണ് ആക്ച്വലി നമുക്ക് റിസീവ് ചെയ്തത്, ദാറ്റ് ഈസ് 28,90,000. അതാണെന്ത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇഫ് എനി ഓഫ് ദ
shareholder has not paid amount on calls, such amount may be called as calls in arrear. അതായത് ബാലൻസ് എന്ന് പറയുന്നത് ഒരു റിമൈനിങ് പേയ്മെന്റ് ആണ് ഇത് calls in arrear എന്ന് പറയുന്നത്, അതായത് അവർ അടയ്ക്കാത്ത എമൗണ്ട്. നെക്സ്റ്റ് അൺകോൾഡ് ക്യാപിറ്റൽ ഞാൻ പറഞ്ഞു, ദാറ്റ് പോർഷൻ ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ഹാസ് ബീൻ നോട്ട് കോൾഡ് അപ്പ് യെറ്റ്. അതായത് ഇപ്പൊ നമ്മൾ ഈ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ വിളിച്ചിട്ടില്ലല്ലോ, അതിനാണ് എന്ത് പറയുന്നത്, നമ്മൾ പറയുന്നത് അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് യു മീൻ ബൈ റിസർവ് ക്യാപിറ്റൽ? റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് നമുക്കിപ്പോൾ എന്ത് വേണം, നമുക്ക് നമ്മുടെ ഫംഗ്ഷൻസ് നടക്കുന്ന സമയത്ത് നമുക്ക് അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ക്യാപിറ്റൽ മാറ്റി വെക്കും, അൺകോൾഡ് എമൗണ്ട് മാറ്റി വെക്കും. അതിനാണ് എന്ത് പറയുന്നത്, റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കമ്പനി മേ റിസർവ് എ പോർഷൻ ഓഫ് ഇറ്റ്സ് അൺകോൾഡ് ക്യാപിറ്റൽ ടു ബി കോൾഡ് ഓൺലി ഇൻ ദ ഇവന്റ് ഓഫ് വൈൻഡിങ് അപ്പ്. അതായത് വൈൻഡിങ് അപ്പിന് സമയത്ത് മാത്രം കോൾ ചെയ്യാൻ വേണ്ടി വെക്കുന്ന ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ആണ് എന്ന് പറയുന്നത് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സച്ച് അൺകോൾഡ് എമൗണ്ട് ഈസ് കോൾഡ് റിസർവ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. റിസർവ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. ഇത്രയാണ് എന്ത് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റലിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇറ്റ് ഇസ് ദ മാക്സിമം എമൗണ്ട് എ കമ്പനി ക്യാൻ റൈസ്. ഇറ്റ് ഈസ് ഓൾസോ മെൻഷൻഡ് ഇൻ ദ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി. നെക്സ്റ്റ് വൺ ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റൽ ഇസ് എ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ദാറ്റ് എ കമ്പനി ഇഷ്യൂഡ് ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇറ്റ് ഇസ് എ പോർഷൻ ഓഫ് ഇഷ്യൂഡ് capital that is actually subscribed by the public. And next one called up capital is a part of subscribed capital that has been actually called up by the company. Next one paid up capital. It is a part of called up capital that is actually paid by the shareholders to the company, that is paid up capital. Uncalled capital is a portion of subscribed capital that is not called up yet. അതായത് ഇത്രയും കാലം എന്ത് ചെയ്തിട്ടില്ല, കോൾ ചെയ്തിട്ടില്ല, that is uncalled capital. And last one is reserve capital. Reserve capital എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മൾ അൺകോൾഡ് ക്യാപിറ്റൽ ഒരു പോർഷൻ ആണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആ വൈൻഡിങ് അപ്പിന് സമയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് പഠിച്ചത് കൈൻഡ്സ് ഓഫ് കമ്പനീസും കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ആയിരുന്നു. കൈൻഡ്സ് ഓഫ് കമ്പനീസിന് പബ്ലിക് കമ്പനി നമുക്കറിയാം. പബ്ലിക് കമ്പനി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി ആൻഡ് ഇറ്റ്സ് നോട്ട് എ സബ്സിഡറി ഓഫ് എ പ്രൈവറ്റ് കമ്പനി. നെക്സ്റ്റ് ആണ് നമ്മൾ പബ്ലിക് കമ്പനി അല്ലെങ്കിൽ പ്രൈവറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 persons ആണ് മിനിമം, മാക്സിമം 200 persons വരാൻ പാടുള്ളൂ. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ലിമിറ്റഡ് ബൈ ഷെയർസ്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് അൺലിമിറ്റഡ് കമ്പനി. ക്ലിയർ ആണ് വിചാരിക്കുന്നു. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, അതുപോലെ അസോസിയേറ്റ് കമ്പനി, ഫോറിൻ കമ്പനി ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ എന്ത് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചോളാം. താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഗൈസ്. Die.